Good morning, dear students. Hope you all are fine. So, in the previous class, we have learned about acids. We have gone through the characteristics of acids as well as its reactions. So, first reaction was acid reacts with metals to give salt and hydrogen. Okay. Then the second reaction was with carbonates. Acid reacts with carbonates to give salt, water, and carbon dioxide. The third reaction was acid reacts with bicarbonates to give salt, water, and carbon dioxide. Then we have seen the common property in all acids. What was the common property? In water, acids dissociates to give H plus ions. Isn't it? So വാട്ടറിനകത്ത് ആസിഡിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് ഡിസോസിയേറ്റ് ചെയ്ത് H plus ions ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ഒറ്റ മെത്തേഡേ ഉള്ളൂ. നമുക്ക് ആസിഡിൽ നിന്ന് H plus അയോൺസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ദി ഓൺലി സൊല്യൂഷൻ ഇസ് ദറ്റ് യു ഹാവ് ടു ഡിസോൾവ് ആസിഡ്സ് ഇൻ വാട്ടർ. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും എന്താണ് ആസിഡിനുള്ളിലേക്ക് വാട്ടർ എടുത്ത് ഒഴിക്കരുത്. ഡോണ്ട് പോർ വാട്ടർ ഇൻ ടു ആസിഡ്സിലോട്ട് വാട്ടർ എടുത്ത് ഒഴിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസിഡ്സിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പിന്നെ എന്താ ചെയ്യുന്നത്? യെസ്, ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ ഓർ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിലോ ബീക്കറിലോ എങ്ങാനും കുറച്ച് വാട്ടർ എടുക്കുക. അതിനകത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആസിഡ് ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക, സ്റ്റിർ ചെയ്യുക. ദെൻ അഗെയിൻ ആഡ്, സ്റ്റിർ. ഓക്കെ, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്? വെള്ളം എടുത്ത് ആസിഡ്സിനകത്തോട്ട് ഒഴിക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി എ പ്രിക്കോഷൻ യു ഹാവ് ടു ഫോളോ. If you want to dilute acids, what you should do? Take some water in a beaker or a test tube, then add acids drop by drop. Drop by drop ആയിട്ട് ആഡ് ചെയ്യുക, സ്റ്റിർ ചെയ്ത് കൊടുക്കുക. Okay, so that is how you dilute water. Now, today we are going to see about bases. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസസിനെ കുറിച്ചാണ്. And bases are liquids having bitter taste. Bitter taste ഉള്ള ലിക്വിഡ്സ് ആണ് bases. ഓക്കെ, ആസിഡ്സ് ആണെങ്കിലോ സോർ ടേസ്റ്റ് ഉള്ള, അല്ല പുളിപ്പ് രസമുള്ള ലിക്വിഡ്സ് ആണ്. ബേസസ് ആണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉള്ള, അതായത് കയ്പ്പ്. ഓക്കെ, കയ്പ്പ് രസമുള്ള ലിക്വിഡ്സ് ആണ് ബേസസ്. നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സിനകത്ത് ബേസസ് ഉണ്ട്. എക്സാമ്പിൾ സോപ്പ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ബേതിങ് സോപ്പായാലും വാഷിംഗ് സോപ്പായാലും ബോത്ത് കണ്ടെയ്ൻസ് ബേസ്. ദെൻ ടൂത്ത് പേസ്റ്റ്, നമ്മളെന്നും യൂസ് ചെയ്യുന്നതല്ലേ ടൂത്ത് പേസ്റ്റ്, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ബേസ്. ബേസ് ഉള്ളത് കൊണ്ടാണ് ടൂത്ത് പേസ്റ്റ് നമ്മൾ കുറേ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പതഞ്ഞ് വരത്തില്ലേ, അല്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബേസ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ആസിഡിറ്റിയുടെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ ഈനോ പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ കലക്കി കുടിക്കാറുണ്ട്. അതും ആക്ച്വലി എന്താണ്? ബേസ് കണ്ടൻ്റ് ഉള്ള ഒരു പൗഡറാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി കാണുന്ന ഒരുപാട് കോമ്പൗണ്ട്സിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടുവരുന്ന ഓരോ സബ്സ്റ്റൻസസിനകത്തും എന്തുണ്ട്? ബേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റർ ടേസ്റ്റ് ഉള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ് ബേസസ്. ആൻഡ് ദേ കൺവേർട്ട് റെഡ് ലിറ്റ്മസ് ബ്ലൂ. റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് ബേസിനകത്ത് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ സം ടൈം യു ക്യാൻ നോട്ടീസ് ദാറ്റ് ഇറ്റ് ടേൺസ് ബ്ലൂ. So bases always convert red litmus blue. ഇനി ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്ത് ഡിപ്പ് ചെയ്ത് നോക്കിയ ബേസിനകത്ത് നോ ചേഞ്ച്. ഓക്കെ, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആസിഡ്സ് ആയിരുന്നെങ്കിലോ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. ഓക്കെ, now they have a soapy nature. സോപ്പി നേച്ചർ ഉണ്ട്, അതായത് നമ്മൾ ബേസസ് ഒക്കെ പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരു വഴുവഴുപ്പ് തോന്നും. ഓക്കെ, സ്ലിപ്പായി പോകും. സോ ഇറ്റ് ഹാസ് എ സോപ്പി നേച്ചർ. Now similar to acids, it conducts electricity. ആസിഡ്സിനെ പോലെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ അയൺസ്. ഫ്രീ അയൺസ് ഉള്ളത് കൊണ്ടാണ്, ദാറ്റ് ഇസ് ഹൈഡ്രോക്സിൽ അയൺസ്, OH minus ions. ഓക്കെ, acids also conduct electricity, but it is due to the presence of H plus ions. അവിടെ H plus ions ഉള്ളത് കൊണ്ടായിരുന്നു ആസിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ബേസസ് ആണെങ്കിലോ
OH minus ions ഉള്ളതുകൊണ്ടാണ്. Hydroxyl ions, OH minus hydroxyl ions. So due to the presence of hydroxyl ions, base conduct electricity. Okay. And basically there are two types of bases, that is water soluble bases and water insoluble bases. Water soluble bases ഉണ്ട്, water insoluble bases ഉണ്ട്. But the most common is water soluble bases. And they are called alkali. Water soluble bases നമ്മൾ വിളിക്കുന്ന പേരാണ് alkali. Okay, water soluble bases are called alkali, and the common alkalis are NaOH, CaOH twice, MgOH twice. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? Yes, the cations or the metals are mainly from first and second group. അല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിലെ ആൾക്കാരല്ലേ ഇരിക്കുന്ന മെഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം ഒക്കെ. So water soluble bases or alkalis are generally obtained from first and second group elements, that is alkali metals or alkaline earth metals. Alkali metals നിന്നോ alkaline earth metals നിന്നോ ആണ് നമ്മൾ എന്താണ് water soluble basesനെ extract ചെയ്യുന്നത്. Okay, you know the first group elements, lithium, sodium, potassium, rubidium, cesium, francium. അപ്പോൾ അതിനകത്ത് നമ്മൾ ലിത്തിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. Sodium hydroxide, which is very common base. Then potassium hydroxide, another common base. Okay, ഈ bases ഒക്കെ നമ്മൾ common ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Then from the second group elements, that is the alkaline earth metals. Second ഗ്രൂപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Alkaline earth metals. So from the second group you have calcium hydroxide and magnesium hydroxide as the most common bases. അല്ലേ, second group elements ഏതൊക്കെയാണ്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പോൾ അതിനകത്തിൽ നമ്മൾ കാൽഷ്യവും മെഗ്നീഷ്യവും ഹൈഡ്രോക്സൈഡ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഓക്കെ, ദേ ആർ ദ മോസ്റ്റ് കോമൺ. സോ വാട്ടർ സോളബിൾ ബേസസ് ആർ കോൾഡ് ആൽക്കലി, and they are generally obtained from first and second group elements, that is alkali metals and alkaline earth metals. Okay, now we are going to see the reactions of bases. Okay, നമ്മൾ അന്ന് ആസിഡ്സിൻ്റെ റിയാക്ഷൻ പഠിച്ചപ്പോൾ what was the first reaction which we learned there? Yes, acids used to react with metals. അല്ലേ, മെറ്റൽസുമായിട്ട് ആസിഡ്സ് റിയാക്ട് ചെയ്ത് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും തരുക. അല്ലേ, acids react with metals to give salt and hydrogen. Now here also bases, they react with metals. Bases react with metals to give same as that we get in the case of acids. നമുക്ക് ആസിഡ്സിൽ കിട്ടുന്നത് പോലെ തന്നെ എന്ത് കിട്ടും? സോൾട്ടും ഹൈഡ്രജനും കിട്ടും. ഓക്കെ, അപ്പോൾ ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോൾട്ടും ഹൈഡ്രജനും കിട്ടും. അതേപോലെ തന്നെ ബേസസ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും എന്ത് കിട്ടും? സോൾട്ടും ഹൈഡ്രജനും കിട്ടും. ഓക്കെ, now we can see one reaction. Now I am taking the most common base, that is NaOH. Reacts with a metal, suppose zinc. Zinc എന്ന് പറഞ്ഞ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുക. Okay, the salt you get will be this sodium zincate, Na2ZnO2. ഇതാണ് സോഡിയം സിങ്കേറ്റിൻ്റെ ഫോർമുല പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസി എന്താ? വാട്ട് ഇസ് ദ വാലൻസി ഓഫ് സോഡിയം? Na പ്ലസ്. സിങ്കേറ്റിൻ്റെ വാലൻസിയാണ് ZnO2 2 minus. Okay, valency of sodium is plus and that of zincate ZnO2 2 minus. അപ്പോൾ അത് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് Na2 ZnO2. Okay, so the salt we get here is sodium zincate and the gas we get here is hydrogen gas. Now is the equation balanced or not? No, it is not balanced. ഇവിടെ 2 sodium ഉണ്ട്, so put a 2 here. Okay, 2Na, 2Na. Again, zinc is 1, then oxygen 2. ഇവിടെ 2 oxygen ആയി, hydrogen 2 hydrogen. Equation is now balanced. Okay, so this was the reaction of NaOH with zinc metal. You get sodium zincate and hydrogen. Now we are going to see another reaction, that is
NaOH reacts with aluminum. അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി അതിന് നമ്മൾ വാട്ടറിൻ്റെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ NaOH plus Al plus water giving, so you will get the salt here. Okay, what is the salt? Sodium aluminate, NaAlO2. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടുന്ന സോൾട്ട് ആണ് സോഡിയം അലുമിനേറ്റ്, ദാറ്റ് ഇസ് NaAlO2 പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, so here also we got the salt as well as hydrogen. So NaOH reacts with aluminum. അപ്പോൾ അലുമിനിയം സൊല്യൂഷൻ ആക്കിയാണ് നമ്മൾ NaOH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നേരിട്ട് അലൂമിനിയം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ NaOHൽ റിയാക്ട് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. സോ വി മേക്ക് അലൂമിനിയം സൊല്യൂഷൻ, അലൂമിനിയത്തിനെ അലൂമിനിയം പൗഡറാക്കി വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. സോ യു ഗെറ്റ് സോഡിയം അലൂമിനേറ്റ് NaAlO2 plus hydrogen. Now is the equation balanced? 1 sodium, 1 sodium. 1 aluminum, 1 aluminum. It's okay. Then 2 oxygen, 2 oxygen. Okay. Hydrogen. Hydrogen 2, hydrogen 2. Okay. Equation. No. Hydrogen 2 plus 1, 3. Okay. ഹൈഡ്രജൻ 3 ഇവിടെ വരുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, കാരണം ഇവിടെ വരുന്ന 3 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ് അല്ലേ. സോ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹൈഡ്രജൻ എന്തായി? 2 + 2, 2 + 2 4. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 2 4. അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യം ഓക്കെ ആയി, പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം ഇവിടെ പ്രശ്നമായിട്ടുണ്ട്. Na2 ആയി അല്ലേ. സോ ഇവിടെയും Na2 ആക്കാൻ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കുക. ദെൻ 2 Na ഓക്സിജൻ, ഓക്സിജൻ്റെ കേസിൽ 2 + 1, 2 + 1 3 ആയുള്ളൂ അല്ലേ. ഇവിടെ ആണെങ്കിൽ 2 × 2 4 ആയിട്ടുണ്ട്. സോ പുട്ട് 2 ഹിയർ. ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആയില്ലേ? ഓക്കെ ആയി. 2 oxygen, 2 oxygen, 2 + 2 4. അപ്പോൾ ഇവിടെ 2 × 2 4. അലൂമിനിയം ഇവിടെ 2 ആണ്. സോ ഹിയർ ഓൾസോ 2. ബട്ട് നൗ ദി ഹൈഡ്രജൻ, സി ഹൈഡ്രജൻ ഹിയർ 2 + 2 × 2 4. 4 + 2, 4 + 2 6 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ അതിന് 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 × 2 6 ആയി. Now see whether the equation is balanced or not. Yes. 2 Na, 2 Na. 2 oxygen plus 2 oxygen, that is 4. 2 × 2, 4. Now hydrogen, 2 + 2 × 2, 4. 4 + 2, 6 I. So 3 × 2, 6. 2 aluminum, 2 aluminum. Now is that okay? Yes. The equation is balanced. Okay, നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? ഓരോ ആറ്റവും എടുത്തിട്ട് അത് ചെക്ക് ചെയ്യണം. Okay. Now this was the reaction of base with metals to give salt and hydrogen. Now moving on to the next reaction. ഈ അടുത്ത റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. ദാറ്റ് ഇസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? വാട്ട് ഇസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്. ന്യൂട്രലൈസ് ചെയ്യാന്ന് വെച്ചാൽ നള്ളിഫൈ ചെയ്യുക, അതായത് എഫക്റ്റ് ഇല്ലാതാക്കുക. ഓക്കെ, അതായത് ഒന്നിനെ മറ്റത് കൊണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, ഒന്നിനെ മറ്റത് കൊണ്ട് ബാലൻസ് ചെയ്യാം, അതാണ് ന്യൂട്രലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട്സാണ് നമ്മൾ എടുക്കുന്നത്. വൺ ഇസ് ആസിഡ് ആൻഡ് ദി അതർ ഇസ് ബേസ്. ഓക്കെ, ആസിഡും ബേസും കൂടിയാണ് റിയാക്ട് ചെയ്യുന്നത്. ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പം what will be the products? Yes, obviously salt and water. ഓക്കെ, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സോൾട്ടും വാട്ടർ. So what is neutralization reaction? Neutralization reaction means reaction between acid and base to give salt and water.
ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും കിട്ടുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആസിഡിൻ്റെ ഇഫക്റ്റിനെ ബേസ് ന്യൂട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ ബേസിൻ്റെ ഇഫക്റ്റിനെ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പം നമുക്ക് സോൾട്ടും വാട്ടറുമായിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഡിനോട്ടേഷൻ ഞാൻ കാണിച്ചു തരാം. ആസിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ HCl, H2SO4 അല്ലേ? അപ്പം അതിനകത്തെല്ലാം H ഉണ്ട് അല്ലേ, H+ ഉണ്ട്. പ്ലസ് മറ്റേതിന് നമുക്ക് ClO അല്ലെങ്കിൽ SO4 ഒരു ആനയോണാണ്. അപ്പം അതിനെ ഞാൻ X എന്ന് ജനറലായിട്ട് ഡിനോട്ട് ചെയ്യും അല്ലേ. അപ്പം H+ഉം X- അല്ലേ. ആസിഡ്സിനകത്തെല്ലാം എന്തുണ്ട്? H+ അല്ലേ. ഇപ്പം HCl കണ്ടോ, H+ഉം Cl-. H2SO4 ഇവിടെ എന്താണ്? H+ ഉണ്ട്, SO4 2- ഉണ്ട് അല്ലേ. അതേപോലെ അപ്പോൾ അതിന് ജനറൽ ഡിനോട്ടേഷനായിട്ട് ഞാൻ H+ X- കൊടുത്തു. പ്ലസ് ബേസിനകത്ത് ആദ്യമേ ഉള്ള ഒരു മെറ്റലായിരിക്കും. ഇപ്പോൾ സപ്പോസ് NaOH എടുത്തപ്പം ആദ്യമേ എന്താണ്? ഒരു മെറ്റലാണ്. അപ്പം ഞാനതിനെ M എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പം എമ്മിൻ്റെ ബാലൻസി പ്ലസ് ആണ്. പിന്നെ എന്താ ഉള്ളത്? OH- അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ആസിഡിൻ്റെ ജനറൽ ഡിനോട്ടേഷൻ ഞാൻ കൊടുക്കുന്നതാണ്. ഇത് ബേസിൻ്റെ ജനറൽ ഡിനോട്ടേഷൻ. യു ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ. ഇപ്പോൾ സോൾട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഈ M+ഉം ഈ X- കൂടി കമ്പൈൻ ചെയ്യും അല്ലേ. ഒരു പ്ലസും ഒരു മൈനസും കൂടി അല്ലേ കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ആണ്. അതായത് ഒരു കാറ്റയോണും ഒരു ആനയോണും കൂടി ആണ് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ഈ M+ഉം X- കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. പ്ലസ് വാട്ടർ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇവിടുത്തെ H+ഉം ഇവിടുത്തെ OH-. H+ഉം OH- കൂടി ചേരുമ്പോൾ വാട്ടർ ആയില്ലേ, H2O അല്ലേ. H2O കിട്ടിയോ? അപ്പോൾ ഇതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അതായത് ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടുന്നു. അപ്പോൾ ആസിഡിന് ഞാൻ HX എന്നും ബേസിന് ഞാൻ MOH എന്നും ജനറൽ ഡിനോട്ടേഷൻ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ സോൾട്ട് എന്താ? MX പ്ലസ് വാട്ടർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ജനറൽ ഡിനോട്ടേഷൻ ഞാൻ കാണിച്ചതാണ്. എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? അതായത് ബേസിൻ്റെ മെറ്റലും ആസിഡിൻ്റെ എന്താ നോൺ മെറ്റൽ അല്ലെങ്കിൽ ആനയോണും കൂടി, അതായത് ബേസിൻ്റെ കാറ്റയോണും ആസിഡിൻ്റെ ആനയോണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? സോൾട്ട്. ബേസിൻ്റെ കാറ്റയോൺ അല്ലെങ്കിൽ മെറ്റലും ആസിഡിൻ്റെ ആനയോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോൾട്ടും കിട്ടും. ആസിഡിൻ്റെ H+ഉം ബേസിൻ്റെ OH- കൂടി കമ്പൈൻ ചെയ്ത് വാട്ടറും കിട്ടും. Is that clear for you? So the cationic part of the base combines with the anionic part of the acid to produce salt, and H+ and OH- combine to give water. So this is how you write neutralization reaction. Now we will see the examples നമുക്ക് നോക്കാം. I am taking the most common acid HCl, which reacts with the most common base NaOH. അപ്പോൾ എങ്ങനെ എഴുതുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ബേസിൻ്റെ മെറ്റാലിക് പാർട്ട് അല്ലെങ്കിൽ കാറ്റയോണിക് പാർട്ടും ആസിഡിൻ്റെ ആനയോണിക് പാർട്ട്. അപ്പോൾ ബേസിൻ്റെ മെറ്റാലിക് പാർട്ട് അല്ലെങ്കിൽ കാറ്റയോണിക് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് Na and the anionic part in acid is Cl. So both of them will combine to give the salt, that is NaCl. Sodium chloride is the salt here. Plus H+ and OH- combine to give water, H2. Okay. Now HCl plus NaOH gives NaCl and water. So this is an example for neutralization reaction. Neutralization reaction ഒരു എക്സാമ്പിൾ ആണ്. അതായത് HClഉം NaOHും കമ്പൈൻ ചെയ്ത് NaCl സോഡിയം ക്ലോറൈഡ് വിച്ച് ഇസ് ദി കോമൺ സോൾട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, സോൾട്ടും വാട്ടറും കിട്ടി. ഇതേപോലെ തന്നെ ആസിഡ്സും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടും. പല ആസിഡ്സും ബേസിസുമായിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് നോക്കാം. Okay, we will take another
acid. Where acid that is H2SO4, sulfuric acid. Plus, take another base, NaOH another, where base that is KOH, potassium hydroxide. To give. Appo, base in the cationic part, acid in the anionic part. So, KSO4. This formula correct ആണോ? അല്ല. പൊട്ടാസ്യത്തിൻ്റെ വാലൻസി എന്താ? +1. അല്ലേ? +1 is the valency of potassium. What is the valency of sulfate? It is -2. Okay, valency of sulfate is -2. അപ്പോൾ ക്രോസ് ചെയ്യണ്ടേ? ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Yes, K2SO4 കിട്ടും. അല്ലേ? The valency of potassium is +1 and that of sulfate is -2. So you have to cross. Cross saying, what will be the formula? It is K2SO4, that is potassium sulfate. Okay, K2SO4 plus. Okay, ഇവിടുത്തെ H പ്ലസും ഇവിടുത്തെ OH മൈനസും കൂടി കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവണം? വാട്ടർ കിട്ടണം. Now see whether the reaction is balanced or not. It is not balanced. Reaction balanced alla. നിങ്ങൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും ക്രോസ് ചെയ്തൊന്നും വെക്കരുത്. ഞാനിപ്പം കാണിച്ചു തന്നതാണ്. ഓക്കെ, ദിസ് K2SO4 plus H2O. Now the reaction is not balanced. അല്ലേ? 2 പൊട്ടാസ്യം ഇവിടെ ഉണ്ട്, but here only 1. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുക്കാം. 2KOH. Now see whether the reaction is balanced. No. വാട്ടറിൻ്റെ കേസിൽ കണ്ട് 2 hydrogen, 2 hydrogen. ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. Now check. Yes. How many hydrogen here? 2 plus 2, 4. So 2 2s are 4. Then sulfate, 1 sulfate, potassium 2. Okay. Oxygen 2, 2. Okay, everything is clear. Now the equation is balanced. This is another neutralization reaction. Sulfuric acid reacts with potassium hydroxide to give potassium sulfate and water. Okay.